ആ ക്യാമ്പിലെ എത്തിയവരെല്ലാവർക്കും ഒറ്റ ലക്ഷ്യം മാത്രമേ ഉണ്ടായിരുന്നു. 2026 മെയ് മാസത്തിൽ കോൺഗ്രസുകാരനായിട്ടൊരു മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഐക്യജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റ് ഇവിടെ ഉണ്ടാകും. ആ ലക്ഷ്യത്തിലേക്കുള്ള ഒരു യാത്രയ്ക്കിടയിൽ നമ്മുടെ പാർട്ടിയിൽ കൊച്ചു കൊച്ചു പിണക്കങ്ങൾ, പരിഭവങ്ങൾ, അത് നമ്മളെ എല്ലാ പാർട്ടിയിലും ഉണ്ടാവും. അപ്പൊ അത് സ്വാഭാവികമാണ്. ആ പരിഭവങ്ങളും പിണക്കങ്ങളും എല്ലാം നമ്മൾ അവധി കൊടുത്ത് മാറ്റിവെക്കുന്ന കാലം പരിഭവങ്ങളും ആഗ്രഹങ്ങളും മോഹങ്ങളും മോഹഭംഗങ്ങളും ഇവയെല്ലാം അവധി കൊടുക്കുന്ന ഒരു 3 മാസക്കാലം. എന്തിനു വേണ്ടിയിട്ടാണ് അവധി കൊടുക്കുന്നത്? നമുക്ക് വേണ്ടി തന്നെയാണ്. കണ്ണൂരിലെ കോൺഗ്രസ്സുകാരോട് ഞാൻ പറയേണ്ട കാര്യമില്ല. ബൂത്തിലിരിക്കുന്ന ഏജന്റിന് പോലും ധൈര്യസമേതം ഇരിക്കാൻ പറ്റാത്ത രാഷ്ട്രീയ കാലാവസ്ഥ. കോൺഗ്രസിന്റെ പതാക ഉയർത്തുമ്പോൾ, മഹാത്മാഗാന്ധിയുടെ സ്തൂപം ഉയർത്തുമ്പോൾ പോലും അത് അടിച്ച് തകർത്ത് ഇല്ലാതാക്കുന്ന നാട്. നമ്മുടെ പ്രിയങ്കരനായ KPCC പ്രസിഡന്റ് ശ്രീ സണ്ണി ജോസഫ് ഈ യോഗത്തിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. അദ്ദേഹത്തെ ആത്മാർത്ഥമായി സ്വാഗതം ചെയ്യാണ്. ബത്തേരിയിലെ ഞാൻ സ്വാഗതം ചെയ്യാണ്. ബത്തേരിയിലെ 8 ദിവസം നീണ്ടുന്ന ക്യാമ്പ് നമ്മുടെ ലക്ഷ്യ 2026 സൂത്രധാരനും സംഘാടകനും ഒക്കെയായിട്ട് അത് ക്യാമ്പ് വൻപിച്ച വിജയമാക്കിയ KPCC പ്രസിഡന്റിനെയും ടീമിനെയും ടീം KPCCയെ ഞാൻ ആത്മാർത്ഥമായിട്ട് ഇപ്പോൾ ഈ സന്ദർഭത്തിൽ അഭിനന്ദിക്കാൻ കൂടി അദ്ദേഹത്തിന്റെ സാന്നിധ്യത്തിൽ ആഗ്രഹിക്കുകയാണ്. കാരണം ഞാൻ പറഞ്ഞു വന്നത്രേ ഉള്ളൂ, നമ്മുടെ മുന്നിൽ ഒറ്റ ചിന്ത മാത്രമേ ഉള്ളൂ, ഒരു ലക്ഷ്യം മാത്രമേ ഉള്ളൂ. അത് 2026 കോൺഗ്രസിന്റെ UDFന്റെ ഒരു സർക്കാർ, അതും കേവല ഭൂരിപക്ഷമുള്ള സർക്കാരല്ല. 100-ലധികം സീറ്റുകൾ വാങ്ങി UDF ജയിക്കുന്ന ഒരു സർക്കാരിനെ നമ്മൾ ഉണ്ടാക്കുക എന്നുള്ളതാണ്. അതിലേക്കുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണ് എന്ന് ചോദിച്ചാൽ, കാലാവസ്ഥ നമുക്ക് അനുകൂലമാണ്. രാവിലെ ഞാൻ സാർവഭൗമികിന്റെ ഗാങ്സ്റ്റർ സ്റ്റേറ്റ് എന്ന് പറയുന്ന ഒരു പുസ്തകത്തിന്റെ തർജ്ജമ നിങ്ങൾ പലരും പങ്കെടുത്തവരാണ്, പ്രകാശനം ചെയ്തു വരികയാണ്. തുടർഭരണം മാർക്സിസ്റ്റ് പാർട്ടിക്ക് ഉണ്ടാക്കിയിട്ടുള്ള ആ പാർട്ടിയുടെ അസ്ഥിമാനം ഇളക്കിയതിന്റെ ഒരു കൃത്യമായ ചിത്രീകരണമാണ് ആ പുസ്തകം നൽകുന്നത്. പാർട്ടി എങ്ങനെ അഹങ്കാരികളായി, പാർട്ടി എങ്ങനെ അധികാരമുഖികളായി, സുഖലോലുപതയിൽ മയങ്ങി എങ്ങനെ നിന്നു, എത്ര അക്രമകാരികളായി, ഗാങ്സ്റ്റർ മാഫിയ സംഘങ്ങൾക്ക് കീഴ